പ്രവാസികളെ, നിങ്ങൾക്കും വേണ്ട ഒരു കുടുംബജീവിതം. ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത് KV ഷംസുദ്ദീൻ. ഞാൻ ബർജിൽ ജൂജിത് സെക്യൂരിറ്റീസിൻ്റെ ഡയറക്ടറും പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റിൻ്റെ ചെയർമാനുമാകുന്നു. ഇങ്ങനൊരു വോയിസ് ക്ലിപ്പ് അയക്കുവാൻ കാരണം, ഏതാനും വർഷം മുമ്പ് കരിയാട് എന്ന സ്ഥലത്ത് ഞാൻ പ്രവാസികളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു ക്ലാസ് നടത്തുകയുണ്ടായി. ആ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഏതാനും പ്രവാസികളുടെ മാതാവായിട്ടുള്ള പ്രായമുള്ളൊരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് എന്നോടൊരു കാര്യം പറഞ്ഞു. അവർ പറഞ്ഞത് ഇതായിരുന്നു: നിങ്ങൾ ഗൾഫിൽ പ്രവാസികൾക്ക് വേണ്ടിയും ക്ലാസ് നടത്തുന്നുണ്ട് എന്നല്ല പറഞ്ഞത്, എങ്കിൽ അവരോട് പറയണം, വർഷത്തിലൊരിക്കലെങ്കിലും നാട്ടിൽ വന്ന് അവരുടെ കുടുംബവുമായി അവരുടെ സന്താനങ്ങളുമായി 1-2 മാസം ചെലവഴിക്കണമെന്ന്. അതും അവർക്കൊരാവശ്യമാണ്, അതും ഒരു സമ്പാദ്യമാണ്. അത് വളരെ ശക്തിയായിട്ടുള്ള ഒരു സന്ദേശമായിട്ട് എൻ്റെ ഹൃദയത്തിൽ തറക്കുകയുണ്ടായി. പിന്നീട് എൻ്റെ ക്ലാസ്സുകൾ എല്ലാം കേട്ടതിൻ്റെ ഫലമായി ധാരാളം ആളുകൾ എന്നെ വിളിക്കാറുണ്ട്. ഇങ്ങനെ വിളിക്കുന്ന ആളുകളെല്ലാം പറയാറുള്ളത്, ഇത്രയും കാലം ജീവിച്ചു, ഒരു തിരിച്ചുപോക്കിനെ സംബന്ധിച്ച് ആലോചിച്ചേ ഇല്ല. ഇപ്പോൾ ക്ലാസ് കേട്ടപ്പോൾ ബോധ്യപ്പെട്ടു, എന്തെങ്കിലും മിച്ചം വെച്ച് അത് നിക്ഷേപം നടത്തി അതിൽ നിന്നൊരു വരുമാനം കിട്ടത്തക്ക വിധത്തിൽ സംവിധാനമുണ്ടാക്കണം, അതിനാണ് വിളിച്ചിട്ടുള്ളത്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞു പോയി, 25-30 വർഷം ജീവിച്ചവരാണ് ഈ സന്ദേശം പറയുന്നതെല്ലാം തന്നെ. ഇങ്ങനൊരവസ്ഥയിൽ എനിക്ക് കാണുവാൻ സാധിച്ചത്, അവരോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചത്, നിങ്ങൾ ഇത്രയും വർഷം കാലം ഇവിടെ ജീവിച്ചു, ഈ ജീവിതകാലത്തിനിടയ്ക്ക് എത്ര വർഷം നാട്ടിൽ നിന്നു, കുടുംബവുമായി എത്ര കാലം ജീവിച്ചു. വിവാഹം കഴിച്ച് 30 വർഷം കഴിഞ്ഞവർ പറഞ്ഞു 30 മാസത്തിൽ കുറവേ ഉണ്ടായിട്ടുള്ളൂ. 20 വർഷമായവർ പറഞ്ഞു 20 വർഷത്തിൽ താഴെ ഉണ്ടായിട്ടുള്ളൂ എന്ന്. അതായത് സ്വന്തം ഭാര്യയെ തിരിച്ചറിയാനുള്ള സമയമോ, ഭാര്യയിൽ നിന്ന് സ്നേഹം ലഭിക്കാനുള്ള അവസരമോ, മക്കളെ തിരിച്ചറിയാനുള്ള സന്ദർഭമോ, അവരുടെ സ്നേഹം പങ്കുവെക്കാനുള്ള അവസരമോ ഈ വ്യക്തികൾക്ക് ലഭിച്ചിട്ടില്ല എന്ന ദുഃഖസത്യമാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോഴാണ് ആ പ്രായമുള്ള സ്ത്രീ പറഞ്ഞ ആ സന്ദേശത്തിന് എത്രമാത്രം വിലയുണ്ട് എന്ന് ബോധ്യപ്പെട്ടത്. ഇന്ന് കേരളത്തിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ 30 ലക്ഷത്തോളം പ്രവാസികളാണ് ഗൾഫ് മേഖലയിലും മറ്റുള്ള സ്ഥലങ്ങളിലുമായിട്ട് ഉള്ളത്. അതിൽ ബഹുഭൂരിപക്ഷവും ഗൾഫ് മേഖലയിൽ തന്നെയാണ്. ഗൾഫ് മേഖലയിൽ ജീവിക്കുന്ന വളരെ ചെറിയൊരു ശതമാനത്തിന് മാത്രമാണ് ഫാമിലിയെ ഗൾഫിൽ കൊണ്ടുവന്ന് ജീവിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളൂ. ഈ സാഹചര്യം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചില പ്രധാനപ്പെട്ട സ്വഭാവവിശേഷങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയുന്ന ചില നിക്ഷേപ മാർഗങ്ങളുണ്ട്. ഒന്ന് സ്വർണ്ണ നിക്ഷേപമാണ്. 1979 ഇന്ത്യയിൽ മൊത്തത്തിൽ 1000 ടൺ സ്വർണ്ണം ഉപയോഗിച്ചപ്പോൾ കേരളീയർ അന്ന് ഉപയോഗിച്ചത് 200 ടണ്ണാണ്. വെറും 3% മാത്രം ജനസംഖ്യയുള്ള മലയാളികൾ അന്ന് ഉപയോഗിച്ചത് 200 ടണ്ണാണെന്ന് പറയുമ്പോൾ 20% നമ്മളാണ് ഉപയോഗിച്ചത്. എന്നതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യയിലെ സ്വർണം ഉപയോഗിക്കുന്നവരുടെ ഒരു കണക്ക് ഗവൺമെൻറ് അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ ഒരു മാസത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണത്തിന് വേണ്ടി ചെലവഴിക്കുന്ന 7 സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് വന്നു. മലയാളികളാണ് അതിൽ മുൻപന്തിയിലുള്ളത്. 208 ഉറുപ്പിക ഓരോ മാസവും എന്ന് പറഞ്ഞാൽ പ്രതിശീർഷമായിട്ട് ചിലവാക്കുന്നത് 208 നമ്മൾ മലയാളികൾ.
രണ്ടാമത് വരുന്നത് ഗോവയാണ്. അത് 34 റുപ്യയെ ചിലവാക്കുന്നുള്ളൂ. മൂന്നാമത് വരുന്ന പഞ്ചാബാണ്. അവർ 19 രൂപ മാത്രമേ ചിലവാക്കുന്നുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ 200 ടൺ ഉപയോഗിച്ചതും ഇതും കൂടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ അർത്ഥവത്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ നമ്മളുടെ പ്രധാന നിക്ഷേപം സ്വർണത്തിലാണ്. സ്വർണത്തിൻ്റെ വില 1979 ഒരു പവന് 712 ഇപ്പോൾ 23,360 എന്ന് പറയുമ്പോൾ 38 വർഷം കൊണ്ട് സ്വർണ്ണവില 33 ഇരട്ടിയായിട്ട് വളർന്നു. മറ്റൊരു നിക്ഷേപ മേഖല പ്രവാസികളുടേത്, മലയാളികളുടേത് ഭൂമിയിലും വീടുകളിലും ഫ്ലാറ്റുകളും നിക്ഷേപിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ റിയൽ എസ്റ്റേറ്റ് ഉള്ളത് ബോംബെയിൽ നരിമാൻ പോയിൻറ്റിലാണ്. അവിടെ 38 വർഷം മുമ്പ് ഒരു സ്ക്വയർ ഫീറ്റിന് ഉണ്ടായിരുന്ന വില 1600 ഇപ്പോൾ 1,25,000 ഉയർന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 78 ഇരട്ടിയായി മാറി. അതേ സമയത്ത് നമ്മുടെ കേരളത്തിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ ഇതിനേക്കാൾ എത്രയോ കുറവാണ് വില വർധന ഉണ്ടായിട്ടുള്ളത്. ഇനി മൂന്നാമതൊരു നിക്ഷേപ മാർഗം ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യലാണ്. 1979 1000 റുപ്യ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അതായിട്ടുള്ളത് 37,000 എന്ന് പറയുമ്പോൾ 37 ഇരട്ടിയായി. അതേ സന്ദർഭത്തിൽ പ്രവാസികൾക്ക് കാര്യമായ താല്പര്യമില്ലാത്ത വളരെ ലാഭകരമായ മറ്റൊരു മേഖലയാണ് ഓഹരി കമ്പോളം. ഓഹരി കമ്പോളത്തിൻ്റെ ഇൻഡെക്സ് സെൻസെക്സ് എന്ന് പറയുന്നത് ആരംഭിച്ചത് 1979 അന്നത് 100. ഇന്ന് 38 വർഷത്തിന് ശേഷം നോക്കുമ്പോൾ 31,000 കൂടുതലായി ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 310 ഇരട്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞ എല്ലാ നിക്ഷേപ മേഖലയേക്കാൾ എത്രയോ ഇരട്ടി ആണ് ഓഹരി കമ്പോളത്തിൻ്റെ വളർച്ച എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉള്ളത് ഇവിടെ പറയാൻ പ്രധാന കാരണം, ഞാൻ വിളിച്ച് സംസാരിക്കുന്ന പ്രവാസികളോടൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ എത്ര സ്വർണം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 പവൻ സ്വർണമെങ്കിലും ഉണ്ട് എന്ന് പറയുന്നവരെ എണ്ണം ആയിരക്കണക്കിനുണ്ട് എന്നെനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഞാൻ ക്ലാസ് നടത്തുമ്പോഴും അന്വേഷിക്കും, 50 പവനിൽ കൂടുതൽ സ്വർണമുള്ളവർ കൈ ഉയർത്താൻ പറഞ്ഞാൽ അങ്ങനെ കൈ ഉയർത്തുന്നവരുടെ എണ്ണമാണ് ഏറ്റവും കൂടുതൽ. ഇങ്ങനൊരു സാഹചര്യത്തിൽ അത് എങ്ങനെ ഉപയോഗപ്പെടുത്താം ഒരു കുടുംബജീവിതം ഉണ്ടാക്കാൻ എന്നുള്ളൊരു നിർദ്ദേശമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് നൽകുവാൻ ഉദ്ദേശിക്കുന്നത്. സ്ത്രീകൾക്ക് ആഭരണം ഭൂഷണമാണ്. സ്ത്രീകൾ ആഭരണം ഉപയോഗിക്കണം. പക്ഷേ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ വിവാഹത്തിനെല്ലാം വാങ്ങിച്ച കട്ടിയുള്ള ഭാരമുള്ള വലിയ ആഭരണങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാറില്ല. ഇന്നത്തെ ഫാഷൻ്റെ ഭാഗമായിട്ട് വളരെ കനം കുറഞ്ഞ ചെറിയ ചെറിയ ചെയിനുകളും ചെറിയ വളകളും ചെറിയ കാതിൽ സ്റ്റഡുകളും മാത്രമാണ് ഇന്നത്തെ യുവതലമുറ പ്രത്യേകിച്ചും ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ളത് ബാങ്കിൽ ലോക്കറിൽ വെച്ച് അതിന് റെൻ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പകരം 50 പവൻ ഉണ്ടെങ്കിൽ 10 പവൻ ഉപയോഗിക്കാൻ വേണ്ടി മാറ്റിവെക്കുകയും 40 പവൻ വിറ്റ് ആ പണം ഓഹരിയുമായി ബന്ധപ്പെട്ട മ്യൂച്വൽ ഫണ്ട് പോലുള്ള മേഖലയിൽ നിക്ഷേപിക്കുവാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇന്ന് ഗൾഫിൽ ജീവിക്കുന്ന പല സുഹൃത്തുക്കൾക്കും നാട്ടിൽ പോയി സകുടുംബം ജീവിക്കാനുള്ള അവസരം അതുകൊണ്ടുണ്ടാകും. 40 പവൻ സ്വർണത്തിൻ്റെ വില എന്ന് പറയുമ്പോൾ ഇന്നത്തെ നിരക്കിൽ 9,34,560 വരുന്നത്. 9 ലക്ഷം
ഇങ്ങനെ നിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ 5 വർഷം അങ്ങനെ നിക്ഷേപിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു മാന്യമായ നിരക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അത് 18 ലക്ഷം ഉറുപ്പിയെങ്കിലും ആയിത്തീരുന്ന സാഹചര്യമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ 18 ലക്ഷത്തിൽ നിന്ന് ഓരോ മാസവും SW സിസ്റ്റമാറ്റിക് വിഡ്രോവൽ എന്ന പേരിൽ നമുക്ക് 15,000 ഉറുപ്പിയെങ്കിലും പിൻവലിക്കുവാൻ സാധിക്കും. അത് നമ്മുടെ അക്കൗണ്ടിൽ വന്നുകൊണ്ടിരിക്കും. പല സുഹൃത്തുക്കളോടും അന്വേഷിച്ചപ്പോൾ അവർ 15,000 ഉറുപ്പിക വീട്ടിലേക്ക് അയക്കുന്നവർ വളരെ കുറവാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഇങ്ങനൊരു കൃത്യം ചെയ്തതുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. മാത്രമല്ല, ആ നിക്ഷേപിക്കപ്പെട്ട് കഴിഞ്ഞ 18 ലക്ഷം എന്ന് പറഞ്ഞത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഒരു വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കാനുള്ള സാധ്യത മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഇങ്ങനെ വിഡ്രോ ചെയ്താൽ പോലും. അപ്പോൾ ഒരു ചെറിയ കാര്യം നമ്മൾ ചെയ്തതുകൊണ്ട്, അതായത് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള സ്വർണം നമ്മുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഗൾഫ് മേഖലയിൽ ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം പ്രവാസികൾക്കും നാട്ടിൽ പോയി നിന്നുകൊണ്ട് കുടുംബവുമായി സസന്തോഷം ജീവിക്കുവാനും സന്താനങ്ങളുമായി സ്നേഹം പങ്കിടുവാനും ഭാര്യയുമായി സ്നേഹം പങ്കിടുവാനും അവസരം ലഭിക്കും. അതേസമയം എനിക്കൊരു അനുഭവമുള്ളത് വളരെ വേദനാജനകമാണ്. 40 വർഷം ജീവിച്ചൊരു സുഹൃത്ത് നാട്ടിലേക്ക് തിരിച്ചുപോയി. ആ സന്ദർഭത്തിൽ ഞങ്ങൾ വളരെ വലിയ യാത്രയപ്പെല്ലാം നൽകി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ വീട് NHൻ്റെ മുമ്പിലാണ്, അവിടെ കയറി വരണം, ഒരു സുലൈമാനിയെങ്കിലും കുടിച്ച് 10 മിനിറ്റ് സംസാരിച്ചേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും ഷാർജയിലേക്ക് തിരിച്ചു വരികയാണ് ഉണ്ടായത്. ചോദിച്ചപ്പോൾ എൻ്റെ കുടുംബത്തിന് എന്നെ അല്ല ആവശ്യം, എൻ്റെ പണമാണ്. കുടുംബത്തിന് അങ്ങനൊരവസ്ഥ ആണ് എന്ന് വന്നപ്പോൾ ഞാൻ തിരിച്ചു വന്നു. മരിക്കോളം ഇവിടെ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ മരിക്കോളം ജീവിക്കാൻ സാധിച്ചില്ല. അപ്പോഴേക്ക് അദ്ദേഹത്തിന് അസുഖം വന്ന് പരസഹായത്താൽ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ദുഃഖകരമായ അവസ്ഥയാണുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാൾക്കും ഇതുപോലുള്ള അവസ്ഥ ഉണ്ടാവരുത്. നമുക്കൊരു കുടുംബ ജീവിതം വേണം. നമ്മൾ പണമയച്ചാൽ ആ കുടുംബം നിങ്ങളെ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. സ്നേഹത്തിന് സ്നേഹം നേരിട്ട് കൊടുത്താലേ തിരിച്ചു കിട്ടാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് സ്നേഹം ലഭിക്കാനും സ്നേഹം നൽകാനും ഉള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കുക. കേരളത്തിൽ തൊഴിലവസരങ്ങൾ ധാരാളമുണ്ട്. നമ്മൾ ഒരു വർഷം 70,000 കോടി ഉറുപ്പിക കേരളത്തിലേക്ക് അയക്കുമ്പോൾ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഏകദേശം 27,000 കോടി ഉറുപ്പിക അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് അയക്കുകയാണ്. നമ്മൾ ഗൾഫ് മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കിൽഡും സെമി സ്കിൽഡുമായിട്ടുള്ള ഒട്ടുമുക്കാലും ജോലികൾ ഇന്ന് കേരളത്തിൽ ചെയ്യുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. നമുക്കൊരു സ്വഭാവവിശേഷമുണ്ട്. നമ്മൾ മലയാളികൾ നെൽച്ചെടി പോലെയാണ്. കിളർത്തിടത്ത് തഴച്ച് വളരില്ല, അത് പറിച്ച് നടണം. നമ്മൾ ഗൾഫിലേക്ക് പറിച്ച് നട്ടപ്പോൾ നമ്മളിവിടെ വളരെ വിജയകരമായി ജീവിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അത് മാറി നമ്മൾ ജനിച്ച സ്ഥലത്ത് തന്നെ നന്നായി ജോലി ചെയ്ത് ജീവിക്കാനുള്ളൊരു സ്വഭാവം നമ്മൾ കെട്ടിപ്പടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബവുമായി മക്കളുമായി സസന്തോഷം ജീവിക്കാനുള്ളൊരവസരം ഉണ്ടാകും. ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ വിധത്തിൽ ഒരു വരുമാനം കിട്ടുകയും എന്തെങ്കിലും ജോലി ചെയ്ത് അഡീഷണലായിട്ട് ഒരു വരുമാനം കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഇന്ന് ഗൾഫിലുള്ള എത്രയോ സുഹൃത്തുക്കൾക്ക് ഒരു കുടുംബജീവിതം ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ എന്നെ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാം. KV ഷംസുദ്ദീൻ. എൻ്റെ ഇമെയിൽ ID kvshams@gmail.com, kvshams@gmail.com. മൊബൈൽ നമ്പർ 00971
5064678001. ഞാൻ നാളെ ഉംറയ്ക്ക് പോവുകയാണ്. നിങ്ങൾക്കെല്ലാം ഒരു നല്ല നാളെ, നല്ല ജീവിതം ഉണ്ടാകാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യും. നിങ്ങളെല്ലാം എനിക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.